ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തക്കാളി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എലിയെ ഓടിക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായി തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്നൊന്ന് ഫ്ലഫി ആക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരുപാടാക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ നീരൊന്ന് പുറത്തേക്ക് വരുന്ന വിധത്തിൽ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തീപ്പെട്ടിയാണ് കേട്ടോ. ഇപ്പോൾ തീപ്പെട്ടിയിൽ നിന്ന് ഒരു 3-4 ഇതിൻ്റെ മാച്ച് ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇതാ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3-4 നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൊള്ളിയുള്ള ഈ ഒരു മരുന്നാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഒരു മരുന്നാണ് നമുക്ക് ആവശ്യം അറിയുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലൊന്നതുപോലെ വെച്ച് കൊടുക്കാം. അതായത് മരുന്ന് പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇത് പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. എല്ലാത്തേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടിച്ചിടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു 3-4 കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സ്മെല്ല് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായി വേണ്ടത് നമുക്ക് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഇതുപോലെ ഇട്ട് കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു തീപ്പെട്ടിയുടെ ആ ഒരു അംശത്തിൻ്റെ ഒരു സ്മെല്ലൊന്ന് നമുക്ക് എനിക്ക് പെട്ടെന്ന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഇതുപോലെ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയുടെ ആ സ്മെല്ല് തീർച്ചയായും എലിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ശർക്കര ഇല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്താലും മതി. തേങ്ങ ചിരണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അടിയിൽ, അതായത് ഏറ്റവും മുകളിൽ വേണം നമ്മുടെ ശർക്കര വരാൻ, അതിൻ്റെ തൊട്ടതായ വേണം നമ്മുടെ തീപ്പെട്ടിയുടെ ആ ഒരു മരുന്ന് വരാൻ. പിന്നെ ബേക്കിംഗ് സോഡ, ഇത് 3 മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എലി വരുന്ന ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ കൂടുതലായി എലി വരുന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് വേസ്റ്റ് ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു വാളത്തിലാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആകുന്ന സമയത്ത് തീർച്ചയായും എലി വന്ന് ഭക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ എലി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എലി പെരിച്ചായൊക്കെ വന്ന് ഭക്ഷിച്ച് തീർച്ചയായും എവിടെയെങ്കിലുമൊക്കെ പോയി ചത്തുള്ളൂ.